ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണ്? ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ആഘോഷിക്കും. ഹാപ്പി ന്യൂ ഇയർ അടുത്ത പറയാലോ. അപ്പൊ സംബന്ധിച്ച് എല്ലാവരൊക്കെ വീട്ടില് രസകരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, പലതരം വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങണമെന്ന് വെച്ചാൽ ഒളിച്ചിട്ട് വച്ചെടുക്കണ്ട, എടുത്തോ കുറെ നേരിട്ട് എന്റെ മറയത്തോട്ട് ഇട്ടോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതെ, ധൈര്യപ്പെട്ട് നേരിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. രണ്ടുപേരും അപ്പുറത്ത് പണിയിലാണ്. ഇപ്പൊ നിക്കണേൽ 4 പേരുണ്ട്, ബാക്കി 2 പേരും അവിടെ അപ്പുറത്തുണ്ട്. അപ്പൊ ഈ നിക്കണേൽ 4 പേര് സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ എപ്പോഴും വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തുടങ്ങണം. എന്ന് വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ കുറച്ച് പണികളിലാണ് ഞങ്ങൾ ഉണ്ടാകുന്ന വഴിയെ കാണിച്ചു എന്താ സംഭവങ്ങളെന്നൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെ, അതെന്താന്ന് കാണിച്ചു തരാൻ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ അവിടെ പോയിട്ട് തലേദിവസം പോയിട്ട് ആവശ്യമായിട്ട് വന്നേ. ഇപ്പൊ കുറച്ചും കിടന്ന് ഉറങ്ങിയാലൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാട്ടൊക്കെ നമ്മ സ്വന്തമായിട്ട് തന്നെ മേക്ക് ചെയ്ത് എടുക്കണ ഈ സൗണ്ട് കൂടെ മേക്ക് ചെയ്ത് എടുക്കുമ്പോ പാട്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, നേരെ അടുക്കളയിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോൻ്റെ പേഴ്സണൽ ബ്ലെൻഡറാണ്. അപ്പോൾ അതിൻ്റെ പാക്കേജിൽ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഇത് നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 700 ml, 500 ml, 300 ml അങ്ങനെ 3 BPA ഫ്രീ ജാർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. 2 ലീഫ് ക്രോസ് ബ്ലേഡ് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടും 4 ലീഫ് സെറേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതുകൂടാതെ വേറെ 2 ടൈപ്പ് ലിഡ് കൂടെ ഇതിനുണ്ട്. ഒരു സ്ട്രെയിനർ ലിഡും ഉണ്ട്, പിന്നെ ഒരു സീവ് ലിഡും ഉണ്ട്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടച്ചു വെക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ജാറിൽ നിന്നെടുത്ത് നേരെ ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്കിതിൻ്റെ മെയിൻ യൂണിറ്റ് പരിചയപ്പെടാം. ഇതാണെങ്കിൽ 400 വോൾട്ട്സിൽ വരുന്ന 100% ഒരു കോപ്പർ മോട്ടറാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണും ഓഫും ആവുകയും ചെയ്തോളൂ. അപ്പോൾ ഇതാ നമ്മളിന്ന് ഒരു ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ യൂണിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലെൻഡറും എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിളും പിന്നെ അതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും, അതായത് ബദാം, കാഷ്യൂ, ഉണക്കമുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആപ്പിൾ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഇത്രയും നട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതൊന്നും അല്ലായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ഇടുമ്പോഴേക്കും ഇത് അടിഞ്ഞ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല പോലെ അത് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ബ്ലെൻഡർ ജാർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഈ മെയിൻ യൂണിറ്റിലേക്ക് അത് എടുത്ത് വയ്ക്കുക. എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമ്മൾ വേറെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട, ജസ്റ്റ് പ്ലഗിൻ്റെ സ്വിച്ച് മാത്രം ഓണാക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ വന്ന് വീണ് ഇരുന്നോളും. പിന്നെ നമുക്കിങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ മെഷീൻ ഓഫാകും. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ആ ജാറിൽ തന്നെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ആപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ബെൽറ്റ് ഇതുപോലെ ഊരിക്കഴിഞ്ഞതിന് ശേഷം വാട്ടറിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. മെയിൻ യൂണിറ്റ് ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതി. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുക്കിംഗ് ആണ് ഇന്നത്തെ പരിപാടികൾ. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലധികം വെക്കാത്തൊരു സാധനം, അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനോടുകൂടി രാവിലെ നമ്മൾ ഒരു മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചില്ലുണ്ട്, മുട്ടക്കറി കാണിക്കാൻ പറ്റിയില്ല, ഇത്തിരി എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാവങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഇതമ്മ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ തെറ്റിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും കുറച്ച് പേരെ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, താറാവാണ്. താറാവ് മേടിക്കാൻ കരുതി. താറാവ് കണ്ണന്റെ ഫേവറേറ്റ് ഒരു സാധനമാണ്. എല്ലാം നമുക്ക് ഇഷ്ടമാണ്, എങ്കിലും താറാവ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശ്രദ്ധിക്കുമ്പോൾ അത്ര ഇഷ്ടമല്ലെങ്കിലും ഞങ്ങളൊരു തുടക്കക്കാരാണ്. കഷ്ണത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന പിച്ച വെച്ച് തുടങ്ങുന്ന ടീമുകളാണ്. ബാക്കി 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മക്കാണെങ്കിൽ ഇതുവരെ അമ്മ താറാവ് വെച്ച് വലിയ ശീലമില്ല. അപ്പൊ ഓർത്ത് പിന്നെ
വെക്കാന്ന് കരുതി. അമ്മ അല്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പൊ തന്നെ വെക്കോല. ശ്രദ്ധിക്കാണെങ്കിൽ ഇതിന്റെ മണമൊക്കെ പറ്റൂലല്ലോ ഇപ്പൊ. അപ്പൊ താറാവിലേക്ക് നമ്മളിപ്പോ വിളിച്ച് ചോദിച്ചു പറഞ്ഞേല് താറാവിലേക്ക് ഉപ്പെടുത്ത ഇതാണ് കേട്ടോ, ഉപ്പും മഞ്ഞപ്പൊടി, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി. താറാവിന് എപ്പോഴും കുരുമുളക് പൊടിയാണ് സൂപ്പർ എന്നാണ് നമ്മൾ വിളിച്ച് ചോദിച്ചവരുടെ അഭിപ്രായം. ഇതിപ്പോ ഇത് കാണുന്നവരാണ് ഭയങ്കര എക്സ്പേർട്ടുകളൊക്കെ ഉണ്ടാവട്ടെ താറാവ് വെക്കണതില്. പക്ഷെ നമ്മളിങ്ങനെ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറയണമെന്നുള്ളൂ. അങ്ങനെ പറയണ ഇത് നമുക്ക് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇനി ഇതിൻ്റെതായ വേറെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒത്തിരി വേറെ രീതികളൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ് വെക്കണേന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ നാട്ടിലുള്ളവരെ വിളിച്ചു വെച്ചപ്പോ ഇങ്ങനെയാണ് പറഞ്ഞതിന് നമുക്ക് നമ്മുടേതായ രീതിയിലോട്ട് മാറ്റാം. എല്ലാം അവര് പറഞ്ഞ രീതിയിൽ കൂടി തന്നെ അല്ല, എന്നാലും കുക്കറിലിട്ട് വിസിലടിക്കണോന്നൊരു സംശയം ഉണ്ടായി. അപ്പൊ അധികം വേവുള്ളതാണെങ്കിൽ അങ്ങനെയല്ലേ, ഇളയതും മൂത്തതൊക്കെ ഉണ്ട്. ഇളയതും മൂത്തതൊക്കെ പറയണേ, ഇളയതാറാവാണോ മൂത്തതാണോന്ന് വിളിച്ചു ചോദിക്കണവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ നോക്കാനായിട്ട് നമുക്ക് അറിഞ്ഞൂടാ, നമുക്കറിയാൻ പാടില്ല. അപ്പൊ നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിപ്പോ നമ്മുടെ ബീഫൊക്കെ പെരട്ടണ പോലെ പെരട്ടി നമ്മൾ വെച്ചിട്ട് ഇനി കുക്കറിൽ അടച്ചിട്ട് ഒരു വിസിലടിക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം ചെറുള്ളിലാണ് ഇപ്പൊ വിളിച്ചവര് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇരുന്ന് തച്ചിന് നമ്മുടെ സവാള മാറാം. ഇനി നമുക്ക് കുറച്ച് അധികം ചെറുള്ളി നന്നാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതിനിടയ്ക്ക് കൂടി ഞങ്ങൾ ഇപ്പൊ ഇനി കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പണികളും കഴിയും, വർത്താനങ്ങൾ കഴിയും. ഞങ്ങൾക്ക് വിരുന്നാരുണ്ടായിരുന്നു. അത് വിരുന്നാര് വന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് തീരൂലല്ലോ. പിന്നെ കണ്ണനാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇന്നലെ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് നല്ല ക്ഷീണത്തിലാണ്. കണ്ണനെ ഉറങ്ങാൻ കയറിയിട്ടുണ്ട്. അമ്മ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് അമ്മനോട് കുറച്ചു നേരം ഉറങ്ങാൻ പറയുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് പരിപാടികൾ. ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കൊണ്ടാട്ടത്തിൽ കാണാം. അപ്പൊ എന്തായാലും ഞാനിതൊന്നും നടപ്പത്തിന്ന് നോക്കാം. നമുക്ക് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളും ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ അടിച്ചു പൊളിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇനി കുക്കറിൽ അല്ല താറാവട്ടെ. അതെ, അങ്ങനെ ഞങ്ങളങ്ങനെ നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാൻ പോണേട്ടാ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചോറ് റെഡിയാക്കാനുള്ള പരിപാടികളാണ്. അതെ, ചോറ് വിറ്റണ്. പിന്നെ ഞങ്ങള് കുളിച്ചൊക്കെ റെഡി ആയിട്ടൊക്കെ എല്ലാരും വന്ന്. അതെ, സുന്ദരികളായി ഞങ്ങൾ. ഒരു സുന്ദരി ക്യാമറക്ക് പിറകിൽ പിന്നിലുണ്ട്. അപ്പൊ നമ്മള് ഇതേ നമ്മുടെ ചോറെല്ലാം റെഡിയാക്കി അരിയൊക്കെ അടപ്പത്തിട്ട് എല്ലാം വെന്തതിന് ശേഷം അമ്മ ഒന്ന് പുറത്തോട്ട് പോയേക്കണേ. കണ്ടിട്ടില്ല വീഡിയോയില് കാണിച്ചു തരാം. അമ്മനെ കാണാൻ പിന്നെ കാണിച്ചു തരാം. ഇന്ന് പെൺഭരണങ്ങളാണ്. പെൺഭരണം എന്ന് പറഞ്ഞ അമ്മയും പെണ്ണല്ലേ? അയ്യോ, അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത്. കുറച്ച് വെള്ളിയൊക്കെ വരും എനിക്ക്. അപ്പൊ ചോറൊക്കെ ഊറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ താറാവ് ഇവിടെ ഉപ്പിലൊക്കെ വേവിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എന്നെ ഒന്ന് കറിയാക്ക് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് കുറച്ചധികം ചെറിയുള്ളി, 2 കുഞ്ഞ് സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി അത്രയും തികയാത്തത് കൊണ്ടാണ്. കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി തന്നെ മുഴുവൻ എടുക്കുക. പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതില് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് ശരിയാക്കിയാ മതി അല്ലേ? വലിയ അറിവൊന്നുമില്ല, എന്തായാലും കറിയാകും. വലിയ എരിവൊന്നും കൂടാത്ത രീതിയിലാണെങ്കിൽ എല്ലാവരും ഓക്കെ പറയും. അതല്ലെങ്കിൽ പാളും അല്ലേ? കുരുമുളക് പൊടിയിലാണ് സംഭവം എന്നാണ് പറയണത് എല്ലാരും. അപ്പൊ നമുക്ക് മുളക് പൊടി കുറച്ച് മതിയാവും. ഇനി ഇതിന്റെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോഴേക്കും ശ്രുതി ചോറ് വെറ്റുമ്പോഴേക്കും ഞാനിവിടെ ഇതും സെറ്റാക്കി വരാം. ഇപ്പൊ ഇതിനൊന്ന് വാടിയെല്ലാം സെറ്റായിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതായി വന്നിട്ടുണ്ട്. എന്തെന്നാണെന്ന് പറയാൻ കിട്ടണല്ലോ. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടരുത്. നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. നെയ്യൊക്കെ ഉള്ളതാണ് ഇത്. നമ്മള് ഒരു തുള്ളി വെള്ളം വെക്കാണ്ടാണ് കുക്കറിൽ വെച്ചതേ. പക്ഷെ ഇപ്പൊ വന്നപ്പോ കുക്കർ നിറച്ച് വെള്ളമായി. ഞാൻ വെച്ചിട്ടേ ഇല്ല. ഒന്ന് വലിച്ചിടണം. കയ്യിലോട്ടെ. നമ്മളങ്ങനെ അടപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കി താറാവ് ഇവിടെ കിടന്ന് സെറ്റ് ആയിക്കൊള്ളണം. നമ്മള് ഇത്രയും കുറെ വെള്ളമൊക്കെ ഉണ്ടല്ലേ. കുറെ വെള്ളം ഉണ്ടല്ലോ ദൈവമേ. വറ്റിക്കുമ്പോ ശരിയാവും അത്. പിന്നെ കുറച്ച് നെയ്യാണെന്ന് തോന്നണത്. ഇത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവണ്ടെന്ന് അറിഞ്ഞൂടാ, നെയ്യാണ്. ചാറ് വേണമല്ലോ ഇവിടെ, അതുകൊണ്ടാണ് എല്ലാം നമ്മൾ അങ്ങനെ ആക്കും. അമ്മ പറഞ്ഞോട്ട് എല്ലാത്തിനും എനിക്ക് ന്യായം ഉണ്ടെന്ന് ഇതിന് ഞാൻ ന്യായം പറയാം. വായനാക്കുള്ളോണ്ട് ഇവള് പിടിച്ചു നിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഹോബി. നമ്മുടെ പുതിയ ജോലിയും കൂടി ഇതായതുകൊണ്ടില്ലേ, വായിട്ട് പറയണ ജോലി ആയതുകൊണ്ട് ഇപ്പൊ കൂടുതലാണ് പണ്ടത്തെക്കാളും വർത്താനം. എന്താന്ന് വെച്ചാ ഇപ്പൊ ഞാൻ ഏത് സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നേല്ല. ഉച്ചവരെ എന്തായാലും വർത്താനം പറഞ്ഞു. ഉച്ചിരി ഞാൻ പിന്നെ നിർത്തേയില്ല. അതിന് തുടർന്നുകൊണ്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സംഭവം സെറ്റാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ.
ഇനി ഇത് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ഇനി വറ്റി വരുമ്പോഴാണ് നമ്മൾ ഇതിന് പ്രധാനപ്പെട്ട സാധനമായ കുരുമുളക് പൊടി ഇടാൻ പോണത്. ഇത്തിരി കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രധാനപ്പെട്ട കുരുമുളക് പൊടിയും ഗരം മസാലയുടെ പൊടിയുമാണ് ഇതിന് ടേസ്റ്റ് കൂട്ടണെന്നാണ് പറയണത്. എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, ഞാൻ എന്നാലും ഇങ്ങനെ പറഞ്ഞാണ് പറയുമ്പോ പ്രസംഗമാണ്. എനിക്ക് നല്ല പ്രസംഗത്തിന് ഭാവിയുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളിനി ഒരു ഇതിനായിട്ട് കാണിക്കോളല്ലേ, കാത്തിരിക്കട്ടെ. ഇനി ഇത് പറ്റണ വരെ വെയിറ്റ് ചെയ്യണം നമ്മള്. പറ്റുമ്പോഴേക്കും അമ്മ പുറത്തുനിന്ന് വന്നാ മതി, അല്ലെങ്കിൽ കൊട്ടം വെള്ളം പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും ഇവള് കൂട്ടുള്ളത് ഭയങ്കര സന്തോഷം. എല്ലാ നല്ല കാര്യത്തിനും അവള് കൂട്ടുണ്ടാവും, എന്റെ എല്ലാ മോശക്കാര്യത്തിനും അവള് കൂട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു വേവലെങ്താണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈവിംഗ് ഓടിക്കുന്ന കാര്യമാണെങ്കിലും ശരി, അവൾക്കും ടൂ വീലർ അറിയും, എനിക്കും. കാർ ഇടിച്ചതിന് ശേഷം ഞാനിപ്പോ വണ്ടി എടുക്കാറില്ല. അപ്പൊ അമ്മ പറയും, 2 പെണ്ണുങ്ങൾ ഈ വീട്ടിലുള്ളത് ഞങ്ങള് തിരിച്ചു വരും വീണ്ടും. ഞാൻ ശ്രദ്ധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത ന്യായം അടുത്ത ന്യായമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവള് ഒറ്റക്കാവാൻ പാടില്ലല്ലോ, അവള് നോക്കണമല്ലോ. മുത്തുമണിയല്ലേ അവള്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് കണ്ണൊക്കെ കാണുമ്പോഴായിരിക്കും നീ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയേക്കണേ. പ്രസംഗം നടന്നിരുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ എന്നെ കാണിക്കാതെ അവളെ കാണിച്ചത്. അപ്പൊ അവളെ എന്നെ തന്നെ കാണിച്ചോണ്ടിരിക്കും. ഞാൻ ഇതിലത് ക്യാമറ തിരിക്കാനായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറ്റണല്ലോ. ഈ ഫോണിൽ ഐഫോണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സാംസങ്ങിലൊക്കെ തിരിക്കാൻ എന്നെ ഇങ്ങനെ കാണിച്ച എന്നെ ഇങ്ങനെ കാണൂലേ. ഇനി വീഡിയോ ഓഫ് ആയി പോയിട്ടുണ്ടാവോ നോക്കിയേക്കാം. വിജയിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങനെയൊക്കെ എന്തായാലും എനിക്ക് അറിയാം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് വെറുപ്പിക്കണല്ലോ. അപ്പൊ അറിയാവട്ടെ. അതെ, ഇനി ഇത് തിരിക്കണമെങ്കിൽ ഞാൻ ഇപ്പുറത്തേക്ക് ക്യാമറ തിരിക്കണമല്ല. അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡി. ഇന്ന് കാണാത്തവരെല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ണൻ ഉറങ്ങണേരുന്ന്. അമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോയില് നേരത്തെ ഒന്നും. ഞാൻ ഇതിന് പണിയിലൊക്കെ കേട്ടൊരിടത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ താറാവ് കറി ആദ്യം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാട്ടോ. ഞാനിങ്ങനെ എന്തായാലും നമ്മുടെ സക്സസ് ആയിട്ടുണ്ടെന്നല്ലേ. മണ്ണൊക്കെ ഉണ്ട്. ടിക്കിലാണ് ഞാനിപ്പോ നിക്കണത്. ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ആദ്യം തന്നെ കഴിക്കാം. ഉറങ്ങി എഴുന്നേറ്റിട്ടിരിക്കാൻ കണ്ണ താറാവ് കൊടുക്കണം. താറാവ് നീ എവിടെയൊക്കെ ഇരുന്ന്. ഇന്നലെ ഒരു രാത്രിയിൽ തുറക്കം നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പോയേക്കിരുന്നു. പക്ഷെ കാര്യമൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാനും പോയേക്കിരുന്നു. കാണിച്ചാൽ ഞങ്ങളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? രണ്ടുപേരും ഇതിലും മെയിൻ ആൾക്കാരോട് ഇരിക്കും. അവിടെ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നേ. കഴിക്കണുള്ളൂ. സത്യമാനോട് താറാവ് കറി വെക്കാറില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പൊ ഈ മുഖമാണ് കാണേണ്ടത്. ഇത്ര എല്ലാരും എടുത്തിട്ടാ ഞാൻ ടേസ്റ്റ് ചെയ്യാം. നോക്കിയേ, നമുക്ക് നേരെ ആദ്യമായിട്ട് ഞാനും പുറത്തുനിന്ന് കഴിക്കാമല്ലോ, വീട്ടിൽ ആദ്യമായിട്ട് വെക്കണേണ്. അങ്ങനെ എടുത്തിട്ട് ഉറക്കച്ചടവാണെങ്കിലും കൊള്ളാടി. ഞാൻ തന്നെ വെൽഡൺ. വീഡിയോട് പറഞ്ഞല്ലോ ചൂടുണ്ട്, പക്ഷെ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ല, ഒന്നും അവനത് കണ്ടിട്ടില്ല. അത്ര ഉറക്കത്തിലായിരുന്നു. അവൻ കൊണ്ടുവന്ന് എന്റെ കയ്യിലോട്ട് കിറ്റ് തന്നത് മാത്രം അവനറിയാം. അത് കഴിഞ്ഞ് അവനോട് വന്ന് കിടന്ന് ഉറങ്ങിയല്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ റോസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്താകുമെന്ന് അറിഞ്ഞൂടായിരുന്നു. ശ്രദ്ധിയില്ല ശരിക്കുമായി. അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളത് വെല്ലിയച്ചിയുടെ വീട്ടിലെത്തി. ഇവിടെ വെല്ലിച്ചി വീഡിയോ എടുത്തില്ല. പെട്ടെന്നാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് നേരം പോയി അറിഞ്ഞില്ലല്ലോ അല്ലേ. അപ്പൊ നോക്കി, നമ്മൾ അമ്മൂമ്മമാരുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നേ? തേങ്ങ മാങ്ങ. എനിക്ക് പുളിയാണ്. അതെ, പുളിയും ഉണ്ട് തേങ്ങയും ഉണ്ട്. അപ്പോ ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഫോൺ കഴിക്കാൻ തലവേന എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കാനും പറഞ്ഞ വീഡിയോ.
അവിടെ ഒരു ഒച്ച കിടക്കണം, അതാ നോക്കിയത് എന്താണ് അവിടെ എന്തോ പണി നടക്കുകയാണ് അവിടെ. അതെ, അപ്പൊ ഇനി നേരെ നമുക്ക് സുത്ര വീട്ടിലേക്ക് പോകണം അല്ലേ? അല്ലേ? അതെ അതെ, ഞാൻ ഈ സമയം വിങ്ങി വിങ്ങി വീഴാം. അതിന് മുന്നേ വേഗം എല്ലായിടത്തും കയറി അങ്ങോട്ട് പോയി. അതെ, വെല്ലേച്ചി എന്ത് ഫോണാ? ആ കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. വെല്ലേച്ചി ഇപ്പൊ പൊതിച്ചൊക്കെ തന്നെ ഇരുന്ന് തേങ്ങ പൊതിച്ചൊക്കെ തന്ന് അല്ലേ? അതെ, അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേച്ചി ഇന്ന പിന്നെ വില്ലേച്ചിക്ക് താറ പറയണ്ട. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ പോവാൻ നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് സംസാരിച്ചിരുന്നു, മറന്നുപോയി വീഡിയോ എടുക്കാൻ മറന്നു. ഇത് അവിടെ അച്ഛനൊക്കെ ഉണ്ട്, അച്ഛൻ നിൽക്കുന്നുണ്ട്. അതെ, ഇപ്പൊ സന്ധ്യ നേരത്തെ വെളിച്ചുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇരുട്ടായില്ലേ. അതെ, അപ്പൊ നേരെ നോക്കൂ. ഇവിടെ അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കിരുന്നു. നന്ദുവിനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റി വിടണ്ടല്ലേ? ഒരാള് പോണുണ്ട്, കുറച്ച് എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കണുണ്ട്. അങ്ങനെ ഇരിക്കണ്. അച്ഛനെ കൂടെ ഉണ്ട്. ഞങ്ങൾ സംസാരിച്ച് വീഡിയോ എടുക്കാൻ മറന്ന്. അതെ, ഇത് അപ്പൊ നന്ദുവിന് അടുത്ത ദിവസം കൊണ്ടുള്ള ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ പാക്കിംഗ് ആയിരുന്നു ഇവിടെ അല്ലേ? ഞങ്ങൾ ടെസ്റ്റ് അടിച്ചു നോക്കിയാ അച്ചാറൊക്കെ എന്താണ് ഇങ്ങനെ നിക്കണേ? അതെ, നമുക്കപ്പോ നൈസായിട്ട് ഇറങ്ങാൻ നോക്കിയാലോ? ബാ.